വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. ദിദി എന്ന ലെസന്റെ പാർട്ട് 2 വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ആദ്യം ആ വീഡിയോ ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചത് ഇവിടെയായിരുന്നു. ഷഹീൻ മിസ്ട്രിക്ക് ഇന്ത്യയിൽ തുടരാൻ വേണ്ടിയിട്ട് താല്പര്യം പാരൻസിനോട് അറിയിച്ച സമയത്ത് പാരൻസ് മുന്നോട്ട് 2 ഡിമാൻഡ്സാണ് വെച്ചത്. ഒന്ന്, ഒരു നല്ല അണ്ടർ ഗ്രാജുവേറ്റ് കോളേജിൽ ഇന്ത്യയിൽ പഠിക്കുക, ഇന്ത്യയിൽ തുടരണം എന്നുണ്ടെങ്കിൽ അതിനുശേഷം വിദേശത്തേക്ക് ഗ്രാജുവേഷന് വേണ്ടി പോവുക. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ ഷഹീൻ മിസ്ട്രിക്ക് ഇന്ത്യയിൽ തുടരാൻ പറ്റുള്ളൂ എന്ന് പാരൻസ് പറയണം. ഇനി ബാക്കി നോക്കാം. ദി ഓൺലി പ്ലേസ് ഐ കുഡ് തിങ്ക് ടു സ്റ്റാർട്ട് വാസ് സെന്റ് സേവിയേഴ്സ് വേർ മൈ പാരൻസ് ഹാഡ് സ്റ്റഡീഡ്. അപ്പോൾ ഷഹീൻ മിസ്ട്രിക്ക് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജിൽ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഷഹീൻ മിസ്ട്രിയുടെ മനസ്സിലുണ്ടായിരുന്നത് ഏതായിരുന്നു? സെന്റ് സേവിയേഴ്സ് കോളേജ് ആയിരുന്നു. അവിടെയായിരുന്നു ഇവരുടെ പാരൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഐ വാക്ക്ഡ് ഇൻ ടു ദ ക്രൗഡഡ് കോളേജ് ഓഫീസ് ആൻഡ് ആസ്ക്ഡ് ഫോർ എൻ അപ്പോയിൻമെന്റ് ടു സീ ദ പ്രിൻസിപ്പൽ. അപ്പോൾ ഷഹീൻ മിസ്ട്രി നേരെ കോളേജ് ഓഫീസിൽ പോയി. അവിടെ വളരെ ക്രൗഡഡ് ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിട്ട് ചോദിച്ചു, എന്താണ്? പ്രിൻസിപ്പലിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ചോദിച്ചു. അഡ്മിഷൻസ് ഷട്ട് 3 months earlier, ഐ വാസ് ടോൾഡ്. അപ്പോൾ ഷഹീൻ മിസ്ട്രിയോട് പറയപ്പെട്ടു, എന്താണ്? അഡ്മിഷൻസ് 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവസാനിച്ചിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ പ്രിൻസിപ്പൽ ഡസൻ ഗിവ് അപ്പോയിൻമെന്റ്സ്. ഇപ്പോൾ പ്രിൻസിപ്പൽ ആണെങ്കിൽ നേരിട്ട് ആരും കാണാൻ ഇപ്പോൾ പറ്റില്ല, അതിന് അദ്ദേഹം അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. ഐ സ്റ്റുഡ് ഇൻ ദ കോറിഡോർ ഔട്ട്സൈഡ് ദ ഓഫീസ് ചോക്കിംഗ് ബാക്ക് ഫ്രസ്ട്രേഷൻ. അപ്പോൾ ഓഫീസിന് പുറത്തുള്ള കോറിഡോറിൽ ഞാൻ ഇങ്ങനെ നിന്നു. എങ്ങനെ? ചോക്കിംഗ് ബാക്ക് ഫ്രസ്ട്രേഷൻ. എന്താണ് ഈ ചോക്കിംഗ് ബാക്ക് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? ചോക്ക് സംതിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് യുവർ സെൽഫ് നോട്ട് ഷോ എ ഫീലിംഗ്. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഫീലിംഗ്, അത് അധികവും എന്താണ്, ഒരു ദുഃഖം അല്ലെങ്കിൽ ടെൻഷൻ, ഇതൊക്കെ ആ ഒരു ഫീലിങ്ങിനെ കടിച്ചമർത്തി അല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ വെച്ച് നിൽക്കുക, പുറമേക്ക് കാണിക്കാതിരിക്കുക. അതാണ് ചോക്ക് ബാക്ക് ഫീലിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവൾക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഇവൾക്ക് ഇന്ത്യയിൽ തുടരണമെങ്കിൽ എന്താണ്, ഇന്ത്യയിൽ പഠിക്കണം. അതിന് നല്ലൊരു ഓപ്ഷനായിരുന്നു സെൻറ്റ് സേവിയേഴ്സ് കോളേജ് എന്നുള്ളത്. പാരൻസ് പഠിച്ചൊരു കോളേജ് തന്നെ ആയതുകൊണ്ട് അവർക്കത് ഇഷ്ടമാവുകയും ചെയ്യും. എന്നാൽ അവിടെ അഡ്മിഷൻസ് 3 മാസം മുമ്പ് അവസാനിച്ചു, അത് ക്ലോസ് ചെയ്തെന്ന് കേട്ടപ്പോൾ ഒരു ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടിലായി. A student standing outside witnessed the exchange between the principal's assistant and me. അപ്പോൾ ഞാൻ പ്രിൻസിപ്പലിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷഹീൻ മിസ്ട്രി പറയാണ്, ഞാൻ എന്താണ് പ്രിൻസിപ്പൽ അസിസ്റ്റൻ്റുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു സ്റ്റുഡൻറ്റ് കാണാനിടയായി. വിറ്റ്നസ്ഡ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിച്ചു, കണ്ടു. He came over and whispered with a wink, "There's a side door to the principal's office. You may want to try that." അപ്പോൾ ഒരു നിലക്കും പ്രിൻസിപ്പളിനെ നേരിട്ട് കാണാൻ ഇവർ സമ്മതിക്കുന്നില്ല, ഓഫീസിലുള്ളവർ സമ്മതിക്കുന്നില്ല. അതിൽ ആ സ്റ്റുഡൻറ്റ് മെല്ലെ വന്ന് എൻ്റെ അരികെ വന്നവൻ പറഞ്ഞു, പതുക്കെ മന്ത്രിച്ചു, മന്ത്രിച്ചു വിത്ത് എ വിങ്ക്. എന്താ പറഞ്ഞത്? "There is a side door to the principal's office." അപ്പോൾ ഒന്നിങ്ങനെ കണ്ണിറുക്കിയിട്ട് പറഞ്ഞു, "There's a side door to the principal's office." പ്രിൻസിപ്പൽസ് ഓഫീസിലേക്ക് ഒരു സൈഡ് ഡോർ ഉണ്ട്. "You may want to try that." അതിലൂടെ നിങ്ങൾക്ക് പോയിട്ട് പ്രിൻസിപ്പളോട് സംസാരിക്കാം. "I went straight through the side door." ഞാനെന്ത് ചെയ്തു? വെൻ സ്ട്രേറ്റ് ത്രൂ ദ സൈഡ് ഡോർ. അപ്പോൾ പ്രിൻസിപ്പൽ ആരാണ്? ഫാദർ ഡിക്രൂസ്. ഫാദർ ഡിക്രൂസ് ആണ് പ്രിൻസിപ്പൽ. ഫാദർ ഡിക്രൂസ് ലുക്ക്ഡ് അപ്പ് ക്വിസിക്കലി ആൻഡ് ഓപ്പൺഡ് ഹിസ് മൗത്ത്. അപ്പോൾ ഫാദർ ഡിക്രൂസ്, അതാണ് പ്രിൻസിപ്പലിന്റെ പേരെന്ന് പറഞ്ഞു. ലുക്ക്ഡ് അപ്പ് ക്വിസിക്കലി എന്ന് പറഞ്ഞാൽ പസിൽഡ്, കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കി. ആൻഡ് ഓപ്പൺഡ് ഹിസ് മൗത്ത്, എന്നിട്ട് സംസാരിച്ചു. എന്താ പറഞ്ഞത്? ബട്ട് ബിഫോർ ഹി കുഡ് സേ എനിത്തിങ്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതിന് മുമ്പായിട്ട്, ബിഫോർ ഹി കുഡ് സേ എനിത്തിങ്, ഐ ബ്ലർട്ടഡ് ഔട്ട് വാട്ട് ഐ ഹാഡ് റിഹേഴ്സ്ഡ്. ഇവിടെ ബ്ലർട്ടഡ് ഔട്ട് എന്ന് കണ്ടല്ലോ, അതിൻ്റെ മീനിങ് അട്ടേർഡ് വിത്തൗട്ട് തിങ്കിങ്, ചിന്തിക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് പറയാം. അതാണ് ബ്ലർട്ടഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ. വാട്ട് ഐ ഹാഡ് റിഹേഴ്സ്ഡ്. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ കാര്യം പറയണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും അഡ്മിഷൻ തരപ്പെടുത്തണമെന്ന് ഷഹീൻ മിസ്ട്രി ഓൾറെഡി മനസ്സിൽ ഇങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു. ആ പഠിച്ചു വെച്ച കാര്യം അതേപടി പറഞ്ഞു. ബ്ലർട്ടഡ് ഔട്ട്. ഓക്കെ, വാട്ട് ഐ ഹാഡ് റിഹേഴ്സ്ഡ്. അപ്പോൾ ഷഹീൻ മിസ്ട്രി മുമ്പ് റിഹേഴ്സ് പറഞ്ഞിങ്ങനെ
റിഹേഴ്സ് ചെയ്ത കാര്യം പറയാം. എന്താ പറഞ്ഞത്? ഫാദർ, മൈ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. എൻ്റെ ജീവിതം ഫാദർ നിങ്ങളുടെ കൈകളിലാണ്. ഐ വാണ്ട് ടു ഡു സംതിങ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഐ ഡോണ്ട് നോ ഹൗ. എങ്ങനെ എന്ന് എനിക്കറിയില്ല. ഓൺലി ദാറ്റ് ഐ മസ്റ്റ്. എനിക്ക് ചെയ്യണം, അത് മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷെ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ഹി വാസ് ക്യൂരിയസ് ഇനഫ് ടു ആസ്ക് മീ എ ഫ്യൂ ക്വസ്റ്റ്യൻസ്. And at the end of our conversation, the father thankfully granted me admission to St. Xavier's College. അപ്പോൾ സേവനമാണ് എൻ്റെ ലക്ഷ്യം, വിദ്യാഭ്യാസത്തിലൂടെ പാവപ്പെട്ട കുട്ടികൾക്കുള്ള സേവനമാണ് എൻ്റെ ലക്ഷ്യം എന്ന് ഫാദറിന് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ഫാദർ വളരെയധികം തൃപ്തനായി. അങ്ങനെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ ഇവൾക്ക് അഡ്മിഷൻ കിട്ടി. The academic system at Xavier's was different from the system in the US. അപ്പോൾ ഇവള് പല സിലബസുകളിലൂടെ പല രാജ്യങ്ങളായിട്ട് പഠിച്ച വന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ യു എസിലെ ആ ഒരു സിസ്റ്റവുമായിട്ട് ഇവിടുത്തെ ആക്കഡമിക് സിസ്റ്റം, വിദ്യാഭ്യാസ സിസ്റ്റം, സെൻറ്റ് സേവിയേഴ്സിലെ സിസ്റ്റം ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. ഹിയർ എ ഫാർ മോർ ബുക്കിഷ് ഫോം ഓഫ് ലേണിംഗ് റീപ്ലേസ്ഡ് ദ ആക്കഡമിക് റിഗർ ആൻഡ് ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ ഐ ഹാഡ് റിസീവ്ഡ് ഇൻ മസാച്യുസെറ്റ്സ്. അപ്പോൾ യു എസിലെ മസാച്യുസെറ്റ്സിൽ നിന്നും എനിക്ക് കിട്ടിയ ആ ഒരു ആക്കഡമിക് റിഗർ, ആ ഒരു ഉന്മേഷം, ആ ഒരു ആക്കഡമിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ആ ഒരു സ്ട്രെങ്ത് ആൻഡ് ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ, ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ഉണർവ്, അതൊന്നും എനിക്കിവിടെ ലഭിച്ചില്ല. മറിച്ച് ഇവിടെ ഇന്ത്യയിൽ, അതല്ലെങ്കിൽ ഇവിടെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ എന്തായിരുന്നു, ഒരു തരം ബുക്കിഷ് ഫോം ഓഫ് ലേണിംഗ്. നമ്മളിപ്പോൾ ഈ റോഡ് ലേണിംഗ് എന്നൊക്കെ പറയില്ലേ, അതായത് ഇങ്ങനെ മനപ്പാഠം പഠിക്കുന്ന പോലെ, അത് മനപ്പാഠം പഠിക്കുക എന്നുള്ളതല്ല, മറിച്ച് ബുക്കിഷ് നോളജ്, പുസ്തകത്തിലുള്ള കാര്യം മാത്രം. ഓക്കെ, അപ്പോൾ കൂടുതൽ തിയററ്റിക്കലൊക്കെ ആയിട്ട് പോകും അങ്ങനെയാവുമ്പോൾ. പക്ഷേ മറ്റിടത്താവുമ്പോൾ, യു എസിലാവുമ്പോഴെന്താണ്, ഇൻ്റലക്ച്വൽ സ്റ്റിമുലേഷൻ വരുന്നുണ്ട്, ഒരു ആക്കഡമിക് റിഗറൊക്കെ വരുന്നുണ്ട്. അതൊക്കെ യു എസിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല എന്നിവർ സമ്മതിക്കുന്നു. മാസാച്യുസെറ്റ്സ് എന്നാണ് ആ പ്ലേസ് കേട്ടോ, അത് വായിക്കുക, മാസാച്യുസെറ്റ്സ് എന്നാണ്. I quickly realized that I'd be able to learn more in the city beyond the classroom. ക്ലാസ് റൂമിന് പുറത്തേക്ക് സിറ്റിയിലുള്ള കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ കഴിയും എന്നിവർ വിശ്വസിച്ചു. Now that I lived in India, I wanted to understand it in a different and deeper way than I had during my summer holidays. അതായത് സാധാരണ സമ്മർ ഹോളിഡേയ്സിൽ മാത്രമായിരുന്നു ഷഹീൻ മിസ്റ്റർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴങ്ങനെയല്ല, ഇവിടെ തന്നെ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് ഡീപ്പായിട്ട് ഇന്ത്യയുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇവർ ആഗ്രഹിച്ചു. ഐ വാക്ക്ഡ് അറൗണ്ട് ദ സിറ്റി ജസ്റ്റ് വാച്ചിങ് ആൻഡ് ലിസ്ണിങ്. അപ്പോൾ ഞാൻ സിറ്റിയിലൂടെ നടക്കാൻ തുടങ്ങി, അവിടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്, അവിടെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട്. വൺ ഡേ ഐ വാക്ക്ഡ് ഇൻ ടു എ സ്പ്രോളിംഗ് low-income community which was a maze of tiny alleyways buzzing with life. ഒരിക്കൽ എന്ത് ചെയ്തു ഇവരെ? ഐ വാക്ക്ഡ് അറൗണ്ട് ദ സിറ്റി, ഞാൻ സിറ്റിയിലൂടെ നടന്നു. ജസ്റ്റ് വാച്ചിങ് ആൻഡ് ലിസണിങ്. വൺ ഡേ ഐ വാക്ക്ഡ് ഇൻ ടു എ സ്പ്രോളിംഗ്. സ്പ്രോളിംഗ് എന്ന് പറഞ്ഞാൽ സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ്. കവേർഡ് വിത്ത് ബിൽഡിംഗ് അക്രോസ് എ ലാർജ് ഏരിയ, തുരുതുരെ നിറയെ ബിൽഡിങ്സ് ഉള്ള ഏരിയ എന്നാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ വാക്ക്ഡ് ഇൻ ടു എ സ്പ്രോളിംഗ്. സ്പ്രോളിംഗ് ഒരു ബിൽഡിംഗ്, സിറ്റിയുമായി ബന്ധപ്പെട്ട പേരാണ്, സ്പ്രോളിംഗ് എന്ന് പറഞ്ഞാൽ നിറയെ ബിൽഡിംഗ് ഉള്ളത് എന്നാണ് അർത്ഥം. അപ്പോൾ അതിങ്ങനെ റെഗുലർ ആയിട്ട് ഇങ്ങനെ ഓർഡർലി ഒന്നും ആയിക്കോളുന്നില്ല, ഇറഗുലർലി ആയിട്ട് കിടക്കുന്ന ബിൽഡിങ്ങിന് നിരയുള്ള ഏരിയ. അപ്പോൾ അതാണ് സ്പ്രോളിങ്ങിൻ്റെ അർത്ഥം. ലോ ഇൻകം കമ്മ്യൂണിറ്റി, അപ്പോൾ കുറഞ്ഞ ജീവിത വരുമാനമുള്ള ആ സമൂഹം, തിങ്ങി നിറഞ്ഞ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലൂടെ ഞാൻ നടന്നു. വിച്ച് വാസ് എ മേസ് ഓഫ് ടൈനി അലവേസ്. അലവേസ് എന്ന് പറഞ്ഞാൽ പാസേജ് വേസ് ആണ്. പാസേജ് വേസ് ബിറ്റ്വീൻ ഓർ ബിഹൈൻഡ് ബിൽഡിങ്സ്, ബിൽഡിങ്സിൻ്റെ ഇടയിലൂടെ അല്ലെങ്കിൽ പിറകിലുള്ള ആ നടക്കാനുള്ള വഴി അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള വഴി, പാസേജ് വേസ്, അതാണ് അലവേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു മെയ്സ് ഓഫ് ടൈനി അലവേസ്, അതിലൂടെ ഉള്ള വഴിയൊക്കെ എന്താണ്? മെയ്സ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വഴി. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ വഴി പലപ്പോഴും തെറ്റും. അത്തരത്തിലുള്ള ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ബസ്സിങ് വിത്ത് ലൈഫ്. ബസ്സിങ് എന്ന് പറഞ്ഞാൽ ബസ്സിങ് സൗണ്ട്, നമുക്കറിയാം അത് ഈ തേനീച്ചകളുടെ ഒച്ചയാണ് ബസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ബസ്സിങ് വിത്ത് ലൈഫ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ശബ്ദം, ഭയങ്കര ശബ്ദമുള്ളൊരു ഏരിയ ആയിരുന്നു. An estimated
10,000 people lived here with no running water, no system of waste disposal, and shared 6 dark cubicle toilets that lined an adjoining alley. അപ്പോൾ അവിടുത്തെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു. അപ്പോൾ എസ്റ്റിമേറ്റഡ് 10,000 പീപ്പിൾ അവിടെ ജീവിച്ചിരുന്നതാണ്. വിത്ത് നോ റണ്ണിങ് വാട്ടർ, അതായത് അവർക്ക് പൈപ്പ് വെള്ളമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൈപ്പ് വഴി ഒക്കെ കിട്ടുന്ന വെള്ളമാണ് ഇവിടെ റണ്ണിങ് വാട്ടറോട് ഉദ്ദേശിച്ചത്. അത്തരം വെള്ളമൊന്നും ഇല്ലാതെയായിരുന്നു ജനങ്ങളോട് താമസിക്കുന്നത്, 10,000 വരുന്ന ജനങ്ങൾ. ഇനിയോ നോ സിസ്റ്റം ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ, വേസ്റ്റ് ഒക്കെ അവിടെ ഇവിടെ ഇടുകയാണ്. അതായത് കറക്റ്റായിട്ട് അതിനെ ഒരു പ്രാക്ടിക്കലായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇനിയോ ആകെ അവിടെ ഉണ്ടായിരുന്നത് 6 ഡാർക്ക് ക്യൂബിക്കൽ ടോയ്ലറ്റ്സ്. ഡാർക്ക് എന്നുള്ളത് കൊണ്ട് മര്യാദക്ക് പ്രകാശമില്ലാത്തതെന്നോ അതല്ലെങ്കിൽ ക്ലീൻ അല്ലാത്തതെന്നോ ഒക്കെ നമുക്ക് പറയാം. ക്യൂബിക്കിൾ ചെറിയ റൂം പോലെയുള്ള ഇരുണ്ട ടോയ്ലറ്റ്സ് ആണ് ഇവർ ഷെയർ ചെയ്തിരുന്നത്. ഇത്രയും വരുന്ന ആൾക്കാർക്ക് ആകെ പൊതുവായിട്ട് ഉപയോഗിക്കാൻ 6 ടോയ്ലറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊക്കെ നല്ല ക്യൂ കാണും. ദാറ്റ് ലൈൻഡ് ആൻഡ് അജോയിനിങ് അലേ, അജോയിനിങ് അരികെ, നെക്സ്റ്റ് ടു അരികെ ഇങ്ങനെ ഉള്ളത്, അല്ലെ വഴി. അപ്പം ഇങ്ങനെ ഒരു നിരനിരയായിട്ടാണ് ആ ടോയ്ലറ്റ്സ് ഉണ്ടായിരുന്നത്. ആകെ 6 ടോയ്ലറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഐ വാക്ക്ഡ് അറൗണ്ട് ദാറ്റ് afternoon speaking with children, wondering how life would be different if each one of them only had access to the opportunities that would fill their greatest potential. അപ്പോൾ ഷഹീൻ മിസ്റ്റർ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടായിരിക്കാം ഈ വരുന്ന ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഇവിടെ താമസിക്കുന്നത്, ഒട്ടും സൗകര്യമില്ലാത്ത സ്ഥലത്ത്. അവരുടെ ജീവിത നിലവാരം വളരെ താഴെയാണ്, സാമ്പത്തികമായിട്ടൊക്കെ വളരെ താഴെയാണ്. അപ്പോൾ ഇവരെങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും? കുട്ടികളെ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവർ രക്ഷപ്പെടുത്താൻ പറ്റും. ഐ വാക്ക്ഡ് അറൗണ്ട് ദാറ്റ് ആഫ്റ്റർനൂൺ സ്പീക്കിംഗ് വിത്ത് ചിൽഡ്രൻ, ഞാൻ ആ വഴി ആഫ്റ്റർനൂണിലൊക്കെ നടക്കും അവിടുത്തെ കുട്ടികളോട് സംസാരിച്ചുകൊണ്ട്. വണ്ടറിങ് ഹൗ ലൈഫ് വുഡ് ബി ഡിഫറെൻറ്റ്, എങ്ങനെ പിന്നെ പലപ്പോഴും ചിന്തിക്കും, ഷൈൻ മിസ്റ്റർ ചിന്തിക്കും, അവരുടെ ജീവിതം തന്നെ വ്യത്യസ്തമായി തീരും എങ്ങനെയാണെങ്കിൽ ഇഫ് ഈച്ച് വൺ ഓഫ് ദം ഓൺലി ഹാഡ് ആക്സസ് ടു ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് വുഡ് ഫീൽ ദെയർ ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യൽ. ഈ കുട്ടികളുടെ പൊട്ടൻഷ്യൽ ഫീൽ ചെയ്യുന്ന, അവരുടെ കഴിവിനെ കണ്ടെത്തുന്ന അവസരങ്ങളിലേക്ക് അവർ എത്തിച്ചേർന്നാൽ, അതായത് അവർക്ക് പല തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവും, പല പല കഴിവുകൾ, അത് പല ഏരിയകളായിരിക്കും, പഠനം മാത്രമല്ല വല്ലാത്ത രീതിയിൽ തന്നെ ഉള്ള കഴിവുകൾ ഉണ്ടാവും. ആ കഴിവിലേക്ക് അവർ എത്തിയാൽ, അതായത് ആ കഴിവ് ഒരു അവസരമായിട്ട് ആ അവസരത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ, അവർക്ക് അതിലുള്ളൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ജീവിതമൊക്കെ എത്ര മനോഹരമായിരിക്കും എന്ന് ഷഹീൻ മിസ്റ്റർ ചിന്തിക്കുകയാണ്. Walking down the narrow passageways, I must have looked a little dazed when a soft-spoken girl dressed in a beautiful sari welcomed me into her home. അപ്പോൾ ഞാൻ ആ നാരോ പാസേജ് വേസിലൂടെ നടക്കുന്ന സമയത്ത് ഐ മസ്റ്റ് ഹാവ് ലുക്ക്ഡ് എ ലിറ്റിൽ ഡേസ്ഡ്, ഞാൻ അല്പം സ്റ്റണ്ടായി പോവും, അന്താളിച്ചു പോവും. അത് ഡേസി എന്ന് പറഞ്ഞാൽ പ്രകാശം കൊണ്ട് കണ്ണഞ്ചുക എന്നുള്ള അർത്ഥമാണ്. ഐ മസ്റ്റ് ഹാവ് ലുക്ക്ഡ് എ ലിറ്റിൽ ഡേസ്ഡ് വെൻ എ സോഫ്റ്റ് സ്പോക്കൻ ഗേൾ ഡ്രസ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ സാരി വെൽക്കംഡ് മീ ഇൻ ടു ഹെർ ഹോം. നല്ല ബ്യൂട്ടിഫുള്ളായ സാരി ധരിച്ചുകൊണ്ട് മൃദുഭാഷയായിട്ടുള്ള ഒരു ഗേൾ എന്തായി, ഒരു പെൺകുട്ടി എന്നെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഹെർ നെയിം വാസ് സന്ധ്യ, അവളുടെ പേര് സന്ധ്യ എന്നായിരുന്നു. ഷീ വാസ് ഓൾസോ 18 ലൈക്ക് മീ, എന്നെപ്പോലെ 18 വയസ്സുകാരിയായിരുന്നു അവൾ. അപ്പോൾ ഒരേ ഏജാണ് രണ്ടുപേർക്കും. ഷഹീൻ മിസ്റ്ററുടെ അതേ ഏജ് ആയിരുന്നു ആ പെൺകുട്ടിക്കും, ഈ സന്ധ്യ എന്ന പേരുള്ള ആ പെൺകുട്ടിക്കും. ഷീ ഡിൻ സ്പീക്ക് എ വേർഡ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഐ ഡിൻ സ്പീക്ക് എ വേർഡ് ഓഫ് ഹിന്ദി. അപ്പോൾ ആ പെൺകുട്ടി മുഴുവൻ സംസാരിച്ചത് ഹിന്ദിയാണ്, ഞാൻ മുഴുവൻ സംസാരിച്ചത് ഇംഗ്ലീഷാണ്. അപ്പോൾ രണ്ട് ഭാഷയാണെങ്കിലും അവർക്ക് എന്നാലും കുറേയൊക്കെ ആംഗ്യങ്ങളിലൂടെ മറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് എന്താ അറിയില്ലായിരുന്നു, ഹിന്ദി അറിയില്ലായിരുന്നു, അവൾക്ക് ഇംഗ്ലീഷും അറിയുമായിരുന്നില്ല. ബട്ട് ഷീ സ്മൈൽഡ് ആൻഡ് ലാഫ്ഡ് ആൻഡ് ചാറ്റഡ് എ ലോട്ട്. പക്ഷെ എന്നോട് ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു, പുഞ്ചിരിച്ചു, പിന്നെ എന്നോട് ഒരുപാട് സംസാരിച്ചു, ചാറ്റ് ചെയ്തു. ആൻഡ് ഐ ഫെൽറ്റ് ആൻ ഇമ്മീഡിയറ്റ് കണക്ഷൻ വിത്ത് ഹെർ. അവളുമായിട്ടൊരു നല്ല കണക്ഷൻ എനിക്ക് ഉണ്ടായി, സംസാരത്തിലൂടെ നല്ലൊരു അടുപ്പമുണ്ടായി. സന്ധ്യാസ് ലൈഫ് വാസ് സോ ഡിഫറെൻറ്റ് ഫ്രം മൈൻ. എൻ്റെ ജീവിതമായിട്ട് വെച്ച് നോക്കുമ്പോൾ സന്ധ്യയുടെ ജീവിതം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. എവറി ഡേ ഐ വുഡ് ഗോ ടു ഹെർ ഹൗസ് ആഫ്റ്റർ കോളേജ്. കോളേജ് വിട്ടതിന് ശേഷം ഞാൻ നേരെ അവളുടെ വീട്ടിലേക്ക് പോകും. ഹെർ ഹോം വാസ് സ്മോളർ ദാൻ ദ ബാത്റൂം ഓഫ് മൈ ഹൗസ്. എൻ്റെ വീടിൻ്റെ ബാത്റൂമിനേക്കാളേറെ ചെറുതായിരുന്നു അവളുടെ വീട്. When a few children poked their heads inside the doorway to say hi to us, she welcomed them in. അങ്ങനെ ഒരു ദിവസം ഷഹീൻ മിസ്ത്രിയും സന്ധ്യയും രണ്ടുപേരും ഇവളുടെ വീട്ടിൽ, സന്ധ്യയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എ ഫ്യൂ ചിൽഡ്രൻ, കുറച്ച് കുട്ടികൾ, പോക്ഡ് ദെയർ ഹെഡ്സ് ഇൻസൈഡ്, തല ഉള്ളിലേക്ക് ഇട്ടു അവരുടെ ഈ വീട്ടിലേക്ക്, അതായത് സന്ധ്യയുടെ വീട്ടിലേക്ക് കുറച്ച് കുട്ടികൾ ഇങ്ങനെ തലയിട്ട് നോക്കി.
ദ ഡോർവേ ടു സേ ഹൈ, ഡോർവേയിൽ നിന്ന് എന്നിട്ട് പറഞ്ഞു ഹായ് ടു അസ്, എന്നോട് ഹായ് എന്ന് പറഞ്ഞു. ഷീ വെൽക്കം ടു ദം ഇൻ, അപ്പോൾ സന്ധ്യ അവരെ വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ചു. ദീസ് ചിൽഡ്രൻ ഇവൻച്വലി ഫോംഡ് ദ ഫസ്റ്റ് ക്ലാസ് ഐ വുഡ് ടീച്ച്. അപ്പോൾ ഷഹീൻ മിസ്ട്രിക്ക് ഇന്ത്യയിൽ പഠിക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഇന്ത്യയിൽ ഇങ്ങനെ പട്ടിണി കണ്ടിട്ട് ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ടല്ല, ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷഹീൻ മിസ്ട്രി അങ്ങനെ ഇവർക്ക് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഷഹീൻ മിസ്ട്രിയുടെ ക്ലാസ്സിലെ ആദ്യത്തെ കുട്ടികളായി മാറി ഇവർ എന്നാണ് പറഞ്ഞത്. Each day a few more kids would crowd into the little home and ask to learn a few words in English or a little math or a song. അപ്പോൾ എന്താണ്, ഓരോ ദിവസവും കുറച്ച് കുട്ടികൾ ഇങ്ങനെ വരും, വീണ്ടും വീണ്ടും വരും. എന്നിട്ട് ഞങ്ങളോട് ചോദിക്കും കുറച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കോ, അതുപോലെ തന്നെ കുറച്ച് മാത്സ്, ഒരു പാട്ട് പാടാൻ ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഈവൻ ദോ ഐ ന്യൂ വെരി ലിറ്റിൽ ഓഫ് ഇന്ത്യ ഐ ഫെൽറ്റ് യൂസ്ഫുൾ ആൻഡ് കോൺഫിഡൻറ്റ്. അപ്പോൾ ഇന്ത്യനെ കുറിച്ച് എനിക്ക് വലിയൊരു ധാരണ ഒന്നും ഇല്ലെങ്കിലും ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയി തീർന്നു, കാരണം ഇവരായിട്ട് നന്നായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ദിസ് ബിക്കെയിം മൈ റുട്ടീൻ, അതൊരു പതിവായി മാറി. ഐഡ് ലീവ് കോളേജ് ആസ് സൂൺ ആസ് ഐ കുഡ്. അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞാൽ കോളേജ് ഞാൻ വിടും. പിന്നെ അവിടെ അങ്ങനെ വായി നോക്കിയിരിക്കുന്നില്ല, പെട്ടെന്ന് വരും. എന്നിട്ടോ ആസ് സൂൺ ആസ് ഐ കുഡ് ആൻഡ് റഷ് ടു മൈ ന്യൂ വേൾഡ് ഇൻ ടു ദ കമ്മ്യൂണിറ്റി. എന്നിട്ട് എൻ്റെ ആ ഒരു പുതിയ സമൂഹത്തിലേക്ക് ഞാൻ, ആ വേൾഡിലേക്ക് ഞാൻ പോകും, ഈ കുട്ടികളെ പഠിപ്പിക്കാൻ പോകും. ഹിയർ ഐ സോ ട്രൂത്ത് ആൻഡ് ഹോപ്പ്. ഇവിടെ ഞാൻ സത്യവും പ്രതീക്ഷയും കണ്ടു. ഈ കുട്ടികളുടെ മനസ്സ് നിഷ്കളങ്കമായിരുന്നു. പ്രതീക്ഷ അവർ നാളെ നല്ല ഒരു സെറ്റപ്പിലേക്ക് മാറും എന്നുള്ള പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നു, അവർക്കും ഉണ്ടായിരുന്നു. ദ ചിൽഡ്രൻ വുഡ് ഷൗട്ട് ദീദി ദീദി. അവരെന്നെ ചേച്ചി ചേച്ചി എന്ന് വിളിക്കും. എക്സൈറ്റഡ്ലി, വളരെ എക്സൈറ്റഡ് ആയിക്കൊണ്ട്, ആവേശഭരിതരായിക്കൊണ്ട്. വെൻ ഐ വെൻ ദർ, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ. ദിസ് വാസ് സ്റ്റാർട്ടിങ് ടു ഫീൽ ലൈക്ക് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്. അതെനിക്കൊരു ലൈഫ് ലോങ്, ജീവിതത്തിലുടനീളമുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു പ്രതിബദ്ധത പോലെയായി. അവരുടെ എഡ്യൂക്കേഷൻ, ഞാൻ മറ്റെന്തുണ്ടെങ്കിലും ഞാൻ അത് മാറ്റി വെച്ചുകൊണ്ട് ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ അത് ഇവർക്ക് എന്തെങ്കിലും കാര്യം വളരെ ചെറിയ രീതിയിലായിരിക്കും, അല്പം അരിത്തമെറ്റിക്കും അല്പം ലാംഗ്വേജൊക്കെ ഉള്ളൂ, പക്ഷെ എന്നാലും എന്താണ്, അത് എൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റായി മാറി. ഞാൻ നല്ല രീതിയിൽ അത് ചെയ്തു. ഇനി ഇവരുടെ ഫൗണ്ടേഷനെ കുറിച്ചാണ് പറയുന്നത്. ആകാംക്ഷ. ആകാംക്ഷ വാസ് ബോൺ ഓഫ് ദ സിമ്പിൾ ഐഡിയ ദാറ്റ് ഇന്ത്യ ഹാഡ് പീപ്പിൾ ഹു കുഡ് ടീച്ച്. അപ്പോൾ ആകാംക്ഷ എന്ന ഫൗണ്ടേഷൻ ഷഹീൻ മിസ്ട്രി ആരംഭിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഐഡിയ എന്തായിരുന്നു? ഇന്ത്യയിൽ ഒരുപാട് ജനങ്ങളുണ്ട്, ഹു കുഡ് ടീച്ച്, അവർക്ക് പഠിപ്പിക്കാൻ കഴിയും. സ്പേസസ് ദാറ്റ് കുഡ് ബി യൂട്ടിലൈസ്ഡ് ആസ് ക്ലാസ് റൂംസ്. ഇന്ത്യയിൽ ഒഴിഞ്ഞ സ്പേസ് ഉണ്ട്, അത് ക്ലാസ് റൂംസ് ആയിട്ട് ഉപയോഗിക്കാം. ആൻഡ് ദ ഫണ്ട്സ് വിത്ത് വിച്ച് ടു എഡ്യൂക്കേറ്റ് ഓൾ ദ ചിൽഡ്രൻ. അതുപോലെ ഫണ്ടും ഉണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഷഹീൻ മിസ്ട്രിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. എവറിത്തിങ് എക്സിസ്റ്റ്. അപ്പോൾ പഠിപ്പിക്കാനുള്ള സ്ഥലം, ടീച്ചേഴ്സും ഉണ്ട്, സ്ഥലമുണ്ട്, ഫണ്ടും ഉണ്ട്. എവറിത്തിങ് എക്സിസ്റ്റ്. ഐ ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് എ വേ ടു ബ്രിങ് ഓൾ ടുഗെദർ. ഇതെല്ലാം മൂന്നും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഡ്യൂട്ടി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ദ പീപ്പിൾ ഇൻ ദ കമ്മ്യൂണിറ്റി വാണ്ടഡ് ഓൺലി 3 things. അപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിറ്റിക്ക്, ഇന്ത്യയിലെ ഇവിടെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് 3 കാര്യങ്ങൾ ആവശ്യമുള്ളൂ. എന്തൊക്കെ? ഒന്ന് ഹൗസിങ്, വീട് വേണം, വാട്ടർ, വെള്ളം വേണം, ആൻഡ് എഡ്യൂക്കേഷൻ, പിന്നെ വിദ്യാഭ്യാസം വേണം. ഐ റിയലൈസ്ഡ് ദാറ്റ് ഇഫ് ഐ വാണ്ടഡ് ദ സ്റ്റുഡൻസ് ടു ടേക്ക് എ സ്കൂൾ സീരിയസ്ലി they needed an environment free of the community's distractions. അപ്പോൾ ഷഹീൻ മിസ്ട്രി തിരിച്ചറിഞ്ഞു, റിയലൈസ് ചെയ്തു ദാറ്റ് ഇഫ് ഐ വാണ്ടഡ് ദ സ്റ്റുഡൻസ് ടു ടേക്ക് സ്കൂൾ സീരിയസ്ലി, ഈ കുട്ടികൾ ഇങ്ങനെ വരുന്നു, പഠിക്കുന്നു, പോകുന്നു, പക്ഷേ അത് കൂടുതൽ സീരിയസ് ആവണം എന്നുണ്ടെങ്കിൽ they needed an environment, അവർക്ക് ഒരു സ്ഥലം വേണം. ഓക്കെ, എങ്ങനത്തെ സ്ഥലം? ഫ്രീ ഓഫ് ദ കമ്മ്യൂണിറ്റീസ് ഡിസ്ട്രാക്ഷൻസ്. ഒരു തരത്തിലും സമൂഹത്തിൻ്റെ ഡിസ്ട്രാക്ഷൻ, ഒരു ഇടപെടലില്ലാത്ത സ്ഥലം. അതായത് ഇപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ ജോലി ചെയ്യുന്ന കുട്ടികളായിരിക്കും, സ്കൂളിൽ നിന്ന് പോകുന്നുണ്ടാവില്ല, മറ്റെല്ലാം ജോലിക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ ഇവരുടെ പാരൻസോ മറ്റാരെങ്കിലുമൊക്കെ വിളിക്കും. അപ്പോൾ പലതരത്തിലുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ അവർ വിളിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം വേണമെന്ന് ഷഹീൻ മിസ്ട്രി തീരുമാനിച്ചു. സോ വി സ്റ്റാർട്ടഡ് ദ സെർച്ച് ഫോർ അവർ ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ സ്പേസ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്കൂൾ പോലെ, ക്ലാസ് റൂം പോലെ ഇരിക്കാനുള്ള ആകാംക്ഷ സെൻറ്റർ സ്പേസിനുള്ള സെർച്ച് ഞങ്ങൾ ആരംഭിച്ചു. ഐ അപ്രോച്ച്ഡ് 20 schools in the city. സിറ്റിയിലെ 20 സ്കൂളുകൾ ഞാൻ സന്ദർശിച്ചു, അപ്രോച്ച് ചെയ്തു, പോയി. റിക്വസ്റ്റിംഗ് ടു ഗിവ് ജസ്റ്റ് 1 ക്ലാസ് റൂം ഇൻ ദ സ്കൂൾ ബിൽഡിംഗ് ഫോർ 3 hours എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ 3 മണിക്കൂർ മാത്രം ഒരൊറ്റ ക്ലാസ് റൂം ആകാംക്ഷ ഫൗണ്ടേഷന് വേണ്ടി തരണമെന്ന് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു. ഓൾ ഓഫ് ദം റിഫ്യൂസ്ഡ് ഫോർ ദ മോസ്റ്റ് ഇല്ലോജിക്കൽ റീസൺസ്. അപ്പോൾ ഞാൻ 20 സ്കൂളിൽ പോയെങ്കിലും എല്ലാവരും അത് റിഫ്യൂസ് ചെയ്തു, എതിർത്തു. അവർ പറഞ്ഞ കാരണങ്ങളോ ഇല്ലോജിക്കലായിരുന്നു. നമുക്ക്
ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത, ലോജിക് ഇല്ലാത്ത ഒരു റീസൺസ് ആയിരുന്നു. Some administrators claimed that the idea of teaching underprivileged children was way too revolutionary, while others complained that they would spread diseases to the other students. അപ്പോൾ സ്കൂളിൽ 20 സ്കൂളുകളിലും പോയിട്ടുണ്ടെങ്കിലും ആരും ക്ലാസ് റൂം തരാൻ തയ്യാറായില്ല. അപ്പം സ്കൂൾസിന് ഓരോ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. അപ്പോൾ മിക്ക അഡ്മിനിസ്ട്രേറ്ററും പറഞ്ഞ കാര്യം എന്തായിരുന്നു പറയുമോ, ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒന്നുമില്ലാത്ത ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ റെവല്യൂഷണറി, വളരെ വിപ്ലവാത്മകമായിട്ടുള്ള കാര്യമൊക്കെ തന്നെ ഒരു കാര്യമാണ്. അത് കുറച്ച് അമിതമാണ് എന്നുള്ള രീതിയിൽ, പോസിറ്റീവായിട്ടല്ല പറഞ്ഞത് കേട്ടോ, അതൊരു അമിതമാണ്, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ, ഇങ്ങനെ താഴെ ഇടയിൽ കിടക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ഹയർ ലെവലിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. വൈൽ അതേഴ്സ് കംപ്ലൈൻഡ് ദാറ്റ് ദേ വുഡ് സ്പ്രെഡ് ഡിസീസസ്, അസുഖങ്ങൾ പരത്തും എന്നാണ് മറ്റു ചില ആൾക്കാർ പറഞ്ഞു ടു ദ അതർ സ്റ്റുഡൻസ്. കാരണം ഇവർ രാവിലെ 3 മണിക്കൂർ ക്ലാസ്സിൽ നിന്ന് പോകുന്ന സമയത്ത് ഇതേ ബെഞ്ചിൽ തന്നെയല്ലേ പിന്നെ അവിടെയുള്ള നല്ല റിച്ചായ പാരൻസിൻ്റെ മക്കളും വരാനുള്ളത്. അപ്പോൾ അവർക്ക് ഡിസീസ് വരുമെന്നാണ് മറ്റു പല ആൾക്കാരും പറഞ്ഞത്. എ പ്രിൻസിപ്പൽ ഓഫ് എ റെപ്യൂട്ടഡ് സ്കൂൾ ഈവൻ കംപ്ലെയിൻഡ് how she simply couldn't allow the children into her school as the glass bangles worn by the daughters of the fishermen would scratch the desks of her classrooms. കൂടുതൽ ഒരു പ്രിൻസിപ്പൾ, സ്കൂളിൽ പോയപ്പോൾ അടുത്ത പ്രിൻസിപ്പൾ പറഞ്ഞ കാര്യം അത്ഭുതപ്പെടുത്തിയവരെ. എന്താണ് പറഞ്ഞത്? എ പ്രിൻസിപ്പൾ ഓഫ് എ റെപ്യൂട്ടഡ് സ്കൂൾ, വളരെ ഫേമസ് ആയിട്ടുള്ള സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ പറഞ്ഞതാ. ഇവൻ കംപ്ലൈൻറ്റ് ഹൗ ഷി സിംപ്ലി കുഡിൻ അലോ ദ ചിൽഡ്രൻ, എന്തുകൊണ്ട് അവൾ ആ പ്രിൻസിപ്പൾ അലോ ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല ഇതുപോലെയുള്ള ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടി ഒരു ക്ലാസ് റൂം താഴെക്കടലുള്ള കുട്ടികൾക്ക് വേണ്ടി വന്നിരിക്കാൻ അനുവദിക്കാത്തതിൻ്റെ കാരണമാണ് പറഞ്ഞത്. ആസ് എ ഗ്ലാസ് ബാംഗിൾസ്, ഈ കുട്ടികൾ ആകാംക്ഷ ഫൗണ്ടേഷൻ്റെ കീഴിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ ധരിക്കുന്ന ബാംഗിൾസ്, വളകൾ ഗ്ലാസ് ബാംഗിൾസ് ആവും അല്ലേ. ആ ബാംഗിൾസ് എന്ത് ചെയ്യും, ആര് ധരിച്ചത്? ബൈ ദ ഡോട്ടേഴ്സ് ഓഫ് ദ ഫിഷർമാൻ, സാധാരണക്കാരെ ഫിഷർമാൻ, ഈ മുക്കുവന്മാരുടെ മക്കളൊക്കെ ആയിരിക്കും ഈ വരുന്നത്, പഠിക്കാൻ വരുന്നത്. ഇവരുടെ കയ്യിലെ ആ വള തട്ടിയിട്ട് ഡെസ്ക് സ്ക്രാച്ച് ആവും, വരെ വീഴുന്നു. ദ ഡെസ്ക് ഓഫ് എ ക്ലാസ് റൂം. ഇത് ഇത്തരത്തിലുള്ള സില്ലി കാര്യങ്ങൾ വരെ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയെന്ന. ഫൈനലി വെൻ ഐ വാസ് ഓൾമോസ്റ്റ് റെഡി ടു ഗിവ് അപ്പ്, അവസാനം നടക്കൂലെന്ന് വിചാരിച്ചിട്ട് ഷെയ്ൻ മിസ് ഇത് ഒഴിവാക്കാനുള്ള ശ്രമം ആയിരുന്നു. ആ സമയത്തോ ദ പ്രിൻസിപ്പൽ ഓഫ് ദ ഹോളി നെയിം ഹൈസ്കൂൾ ഇൻ കൊലാബ എഗ്രീഡ് ടു ഗിവ് എ റൂം. കൊലാബ എന്ന് പറഞ്ഞാൽ മുംബൈയിലെ ഒരു സിറ്റിയാണ് കേട്ടോ, എ പാർട്ട് ഓഫ് സിറ്റി ഓഫ് മുംബൈ. മുംബൈ സിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ് കൊലാബ. അപ്പോൾ ഈ കൊലാബയിലെ ഒരു സ്കൂളിൻ്റെ പേര് ഹോളി നെയിം ഹൈസ്കൂൾ, ആ സ്കൂളാണ്. ആ സ്കൂളിലെ പ്രിൻസിപ്പൽ എന്ത് ചെയ്തു? ഒരു റൂം, ക്ലാസ് റൂം തരാമെന്ന് സമ്മതിച്ചു. അപ്പോൾ ഷെമിസ് ഇങ്ങനെ ഒഴിവാക്കിയിരുന്നു, ഇപ്പം നടക്കില്ല കാരണം റൂം കിട്ടണ്ടേ. അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് ഒരു റൂം തരാമെന്ന് പറയുന്നു. ദാറ്റ് ബിക്കേം ദ ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ. അങ്ങനെ ആ റൂം എന്താണ്, കൊലാബയിലെ ആ സ്കൂളിലെ ആ ക്ലാസ് റൂമാണ് ആദ്യത്തെ ആകാംക്ഷയുടെ സെൻറ്ററായി തീർന്നത്. I mobilized volunteers from St. Xavier's to teach and made a rough plan of what they would teach. ഇവിടെ മൊബിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അസംബിൾഡ് അല്ലെങ്കിൽ മൂവ്ഡ് എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അസംബിൾ ചെയ്തു എന്ന് നമുക്ക് പറയാം. അതായത് സെൻറ്റ് സേവിയേഴ്സ് കോളേജിലാണല്ലോ ഇവൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വോളണ്ടിയർ ആയിട്ട് ടീച്ചിങ്ങിൽ താല്പര്യമുള്ള അവിടെ പഠിക്കുന്ന കോളേജ് സ്റ്റുഡൻസിനെ കൊണ്ടുവരാം. എന്നിട്ട് ഒരു റഫ് പ്ലാൻ ഉണ്ടാക്കുക, എന്ത് പഠിപ്പിക്കണം, എന്തെങ്കിലും കുറെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, കുട്ടികൾക്ക് ആവശ്യമുള്ള ബേസിക് കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഒരു റഫ് പ്ലാൻ ഉണ്ടാക്കി എന്നിട്ട് ഇവരെ ടീച്ചേഴ്സായി നിയമിക്കണം. ഐ ജസ്റ്റ് വാണ്ടഡ് ദ ക്ലാസ് ടു ബി എ പ്ലേസ് വെർ ദ ചിൽഡ്രൻ ക്യാൻ ഫീൽ സേഫ്. ക്ലാസ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ വളരെ സേഫായി ഫീൽ ചെയ്യണം, അവർക്ക് ഭയങ്കര ഇഷ്ടം വരണം. എ സ്പേസ് വേർ ദേ ക്യാൻ ലീവ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദെയർ ലൈഫ്സ് ബിഹൈൻഡ് ആൻഡ് ജസ്റ്റ് ബി ചിൽഡ്രൻ. സാധാരണ ഈ കുട്ടികൾ ആകാംക്ഷ ഫൗണ്ടേഷൻ കീഴിൽ പഠിക്കാൻ വരുന്ന ഈ മുക്കുവരായ മറ്റും ആൾക്കാരുടെ മക്കൾ പഠിക്കാൻ വരുമ്പോൾ അവരുടെ മനസ്സിൽ ഒരുപാട് ആധികളുണ്ടാവും, വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാവും, പണം ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, നല്ല വസ്ത്രമില്ലാത്തത്, നല്ല ഭക്ഷണം കഴിക്കാനില്ലാത്തത്, വീട്ടിലെ പ്രശ്നം, മറ്റു പ്രശ്നങ്ങൾ, ജോലിയിലെ പ്രശ്നം, ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് കുട്ടികളായിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ ഇവർക്ക് കഴിയണം. അതായിരുന്നു ഇവർ ചിന്തിച്ച ഒരു കാര്യം. ആകാംക്ഷ ഫോർമലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1991. ഫോർമലായിട്ട് ആകാംക്ഷ അങ്ങനെ ഒരു ഫൗണ്ട് ചെയ്യപ്പെട്ടത് 1991 ഫ്രം എ സിംഗിൾ ക്ലാസ് വിത്ത് 15 ചിൽഡ്രൻ. Akanksha grew to 58 centers and 6 schools with over 3,500 children. എന്താ പറഞ്ഞത്? തുടങ്ങിയ സമയത്ത് ആകാംക്ഷയിൽ ഒരൊറ്റ ക്ലാസ് 15 കുട്ടികളുണ്ടായിരുന്നത്. അത് എത്രത്തോളം വളർന്നു? 58 സെന്ററുകളായിട്ട്, 6 സ്കൂളുകളിലായിട്ട്, 3,500 കുട്ടികളായിട്ട് ആകാംക്ഷ വളർന്നു. ദ പ്രോഗ്രാം ഡെവലപ്ഡ് വെരി ഓർഗാനിക്കലി, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, ഓർഗാനിക്കലായിട്ട്, നേച്ചുറലായിട്ടാണ് അത് വളർന്നത്. ഓവർ ഇയേഴ്സ്, വർഷങ്ങൾ കൊണ്ട്. അത് ഭൂം എന്ന് പറഞ്ഞിട്ട് ഒറ്റടിക്കങ്ങോട്ട് വളർന്നതല്ല, പതുക്കെ പതുക്കെയാണ് വളർന്നത്.
Like a soup made special by chefs, tossing in what's needed after each tasting. ഒരു സൂപ്പ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഷെഫ് എന്താ ചെയ്യുക, കുറേശ്ശെ അതിലേക്ക് ആവശ്യമുള്ള സാധനം കിട്ടും. ഒറ്റയടിക്ക് സൂപ്പാവില്ല, പതുക്കെ ഇങ്ങനെ അതിൽ കുറവുള്ള സാധനം ആഡ് ചെയ്ത് നല്ല സൂപ്പാക്കും. അതേപോലെ തന്നെയാണ് ആകാംക്ഷ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത്. ലൈക്ക് എ സൂപ്പ് മെയ്ഡ് സ്പെഷ്യൽ ബൈ ഷെഫ്സ്, ടോസിങ് എന്ന് പറഞ്ഞാൽ പുട്ടിങ്, ഇൻസേർട്ട് എന്നുള്ള അർത്ഥം കൊടുത്താൽ മതി. ത്രോയിങ് എന്നാണ് ടോസിങ്ങിന് അർത്ഥം. ഇവിടെ ഇതിൽ സൂപ്പിലേക്ക് ആഡ് ചെയ്യുക. ഇൻ വാട്ട്സ് നീഡഡ്, ആവശ്യമുള്ള കാര്യം ഇങ്ങനെ സൂപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആഫ്റ്റർ ഈച്ച് ടേസ്റ്റിംഗ് കുറേശ്ശെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കൊണ്ട് എന്താണ് സൂപ്പിനെ രുചികരമാക്കാൻ ഓരോ സാധനം ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന പോലെ തന്നെ ആകാംക്ഷ ഫൗണ്ടേഷൻ്റെ ഓരോ വളർച്ചയിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതൊരു മികച്ച ഒരു ഫൗണ്ടേഷനാക്കി മാറ്റി. എ ബ്ലെൻഡ് ഓൾ ഇറ്റ്സ് ഓൺ. അതൊരു പലതരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു ബ്ലെൻഡ് ആയിരുന്നു, ഒരു കൂട്ടായ്മയായിരുന്നു. The stock ingredients were basic English and math. To that, a dash of values, self-esteem and confidence. അപ്പോൾ ഞങ്ങളവിടെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഈ സ്റ്റോക്ക് ഇൻഗ്രീഡിയൻസ് പിന്നെ ഒരുപാട് കാര്യം പഠിപ്പിച്ചിട്ടില്ല. ബേസിക് ഇംഗ്ലീഷും മാത്തും അരിത്തമെറ്റിക്കാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇനിയോ എ ഡാഷ് ഓഫ് വാല്യൂസ്. ഡാഷ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്, കുറച്ച് വാല്യൂസും ഞങ്ങൾ പഠിപ്പിച്ചു. കാരണം അതും ആവശ്യമുള്ളത് ലോകത്ത്. സെൽഫ് എസ്റ്റീം, സ്വയം ഒരു ആത്മാഭിമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാഭിമാനം, നല്ലൊരു അഭിമാനം സ്വയം തോന്നുക, അതാണ് ആത്മാഭിമാനം ഉണ്ടാക്കി. ആൻഡ് കോൺഫിഡൻസ്, കുട്ടികളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കി. ഇതൊക്കെയാണ് ഞങ്ങൾ ആകാംക്ഷ ഫൗണ്ടേഷനിലൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എക്സെപ്റ്റ് ഈ ഒരു ഭാഗം എടുത്തത് എവിടുന്നാണ്? ഫ്രം റീഡ്രോയിങ് ഇന്ത്യ ബൈ ഷഹീൻ മിസ്ട്രി ആൻഡ് കോവിഡ് ഗുപ്ത. അപ്പോൾ ഷഹീൻ മിസ്ട്രിയും കോവിഡ് ഗുപ്തയും എഴുതിയ റീഡ്രോയിങ് ഇന്ത്യ എന്ന വർക്കിൽ നിന്നും എടുത്തൊരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.